എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് ചെറുപയറും ഉണ്ണിപ്പിണ്ടിയും കൂടിയുള്ള ഒരു ചാറ് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതിന് ചെറുപയർ വേണം. ചെറുപയർ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉണ്ണിപ്പിണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് നാളികേരം, പച്ചമുളക്, അതുപോലെ ജീരകം, വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചെറുപയർ കുക്കറിലേക്ക് ഇട്ടു. അതാ ഉണ്ണിപ്പിണ്ടി ഇട്ടിട്ടുണ്ട്. ഉണ്ണിപ്പിണ്ടിയിൽ അധികം വെള്ളം ഒഴിക്കണില്ല. ഉണ്ണിപ്പിണ്ടിയും വരുമ്പോൾ വെള്ളമില്ല സാധനമില്ല, അതുകൊണ്ട് വെള്ളം അധികം ഒഴിക്കണില്ല. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോണ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉപ്പാണ് ഇടുന്നത് കേട്ടോ. ഇതാ ഈ ഒരു അളവിൽ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാനാണ് പോണത്. ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വേവിക്കാൻ വെക്കാൻ പോകണം കേട്ടോ. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരയ്ക്കാനാണ് പോണത്. നമ്മൾ 2 വിസിൽ കഴിഞ്ഞപ്പോൾ കുക്കർ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം നമ്മൾ വിചാരിച്ച ഭാഗമായിട്ട് വെന്തിങ്ങനെ മലയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. നമ്മളിവിടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാനാണ് പോണത്. നമ്മളിവിടെ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് ഒഴിച്ച് വെച്ച പാത്രത്തിൽ കുറച്ചുകൂടി അരപ്പുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയ പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതാ ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചാൽ നമ്മുടെ സംഭവം റെഡി. ഇനി നന്നായി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതാ ഇവിടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് ചീഞ്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇവിടെ എണ്ണ ഒഴിച്ചു. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് ഇടാൻ പോവാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാൻ പൊട്ടി തെറിക്കരുത്. നമ്മൾ കറിവേപ്പിലയും അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. കണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടെ ഈ കറി. സൂപ്പർ കറിയാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇത് ഞാനല്ല ഉണ്ടാക്കിയത്, അമ്മയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അച്ഛൻ വന്നു ജോലി കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അച്ഛന് കറി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ ഇത് പിണ്ടി ചെറുപയറുകൊണ്ട് ഉണ്ടാക്കിയ കറി. അതന്നെ. അതിലേക്ക് നമ്മള് ഈ ചിറ്റേന് അരിയാണ് കണ്ടില്ലേ, അതാണ് ഈ കളറായി കറുത്ത് കരിക്കട്ട പോലെ. പിന്നെ ഫുള്ള് തവിട്, 100% തവിടില്ല. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഇന്ന് അമ്മയ്ക്കൊരു മൂടില്ലേ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാം, അതുകൊണ്ടാണ് പാചകം ചെയ്തപ്പോൾ അമ്മ വരാഞ്ഞ കേട്ടാ. ഇനി അടുത്ത ദിവസങ്ങളിൽ അമ്മ വരും. നമുക്ക് എന്താ ഒരു മൂടില്ലേ. നല്ല ചൂടാവും. ഇതാണ് നമ്മുടെ കറി. അടിപൊളിയായിട്ടാ. മുളകും പൊടി ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് മാത്രം. എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ എല്ലാവർക്കും ബൈ.